ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. +1 കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നേരിട്ട് കൊണ്ടുവന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ആദ്യ കാലങ്ങളിലൊന്നും അത്ര സീരിയസ് ആയിട്ട് +1നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തിലൊക്കെ പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ ആദ്യത്തെ തന്നെ കിളി പോയിട്ടുണ്ട്. +1 ഒന്നും ഇനി എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇതുവരെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ആളുകൾക്കൊക്കെ ഇപ്പോൾ തോറ്റ് തുന്നം പാടുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പല കുട്ടികളും പല സബ്ജക്റ്റുകളും ഡബിൾ പാസ് പോയിട്ട് സിംഗിൾ പാസ് പോലും ആവാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് മാനസികമായി തളർന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് എങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണമെന്നോ ഈ ഒരു സമയത്ത് എങ്ങനെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ എനിക്കറിയില്ല. എങ്കിൽ പോലും മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുമെന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം, അതിന് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വേണം, അതിന് കൃത്യമായിട്ടുള്ള അറിവുകൾ വേണം. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ട്രിഗണോമെട്രിയും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സുമാണ്. കാരണം ആ 2 ചാപ്റ്ററിന് മാത്രമായിട്ട് നിങ്ങൾക്ക് 18 മാർക്കിന് ചോദ്യങ്ങൾ വരും. ഇനി നിങ്ങളൊരു മോഡറേറ്റ് ലെവലാണ്, അതായത് സിമ്പിൾ ചാപ്റ്ററൊക്കെ അറിയാം, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ചാപ്റ്റേഴ്സുകൾ അറിയാത്ത അല്ലെങ്കിൽ കുറേയൊക്കെ മാർക്കുകൾ കിട്ടുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെഷൻസ് പോലത്തെ, അതോടൊപ്പം തന്നെ സീക്വൻസ് ആൻഡ് സീരീസ്, കോംപ്ലക്സ് നമ്പേഴ്സ് പോലത്തെ ചാപ്റ്ററുകളാണ് നിങ്ങൾ ആദ്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അത് ഫോക്കസ് ചെയ്ത് പിന്നെ നിങ്ങൾ കയറേണ്ടത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിലേക്കും അതോടൊപ്പം തന്നെ ട്രിഗണോമെട്രിയിലേക്കും ആണ്. എന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്ന് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും. എന്നാൽ എന്തൊക്കെയാണ് ഈ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ്? നിങ്ങളൊന്നും അറിയാത്തൊരു മക്കളാണ് എങ്കിൽ, നിങ്ങൾക്ക് തീരെ മാർക്കില്ല, പാസ് മാർക്ക് പോലും കിട്ടില്ല, മാത്സിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന മക്കളാണെങ്കിൽ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ പാസും ഫുൾ മാർക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് സെറ്റ്സ് എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററാണ്. അതാണ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ. പിന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ലീനിയർ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഒരു 4ാമത്തെ 5-6ാമത്തെ ചാപ്റ്ററാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ പഠിക്കുക. അതും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് പറയുന്നൊരു ചാപ്റ്റർ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ചില ആളുകൾക്ക് ഈസിയാണ്, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഇതേ ഗണത്തിൽ പെടുന്നതാണ്. ബൈനോമിയൽ തിയറം ഏകദേശം ഇതേ രീതിയിൽ വരുന്നൊരു ചാപ്റ്ററാണ്. സോ ഇതും ഈ കാണുന്ന ചാപ്റ്ററുകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലേക്കും 3Dയിലേക്കും കടന്നുകൊണ്ട് നിങ്ങൾ കോംപ്ലക്സ് നമ്പറും പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഏതെങ്കിലും ചാപ്റ്റർ പറഞ്ഞാൽ മിസ്സായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. സോ എന്താണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏകദേശം എളുപ്പമുള്ള ചാപ്റ്ററുകളെ പറ്റി ഐഡിയ കിട്ടിയിട്ടുണ്ട്, ടഫായുള്ള ചാപ്റ്ററിനെ പറ്റി ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതല്ലാത്ത എല്ലാ ചാപ്റ്ററും മീഡിയം ലെവലിൽ വരുന്ന ചാപ്റ്ററുകളാണ്. സോ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് കാറ്റഗറി ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് അത്ര ബോധമുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ വന്നത്. സോ അതിന് ഞാൻ നിങ്ങളെ ആദ്യം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് മീൻസ് എല്ലാ ദിവസവും നിങ്ങൾ ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം സമയം കണ്ടെത്തിക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മാജിക് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് പോലെയല്ല, ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സിലബസിനേക്ക് അപ്പുറത്തുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം മാത്സിലൊക്കെ ഒരു ചോദ്യം പോലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് ഡയറക്റ്റ് വന്നിട്ടില്ല. പക്ഷേ +1ൽ ഒരു 80% ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിൽ അതേ എക്സസൈസിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു 10% ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എക്സാമ്പിളേഴ്സിനോ അല്ലെങ്കിൽ മിസെലിനസിനൊക്കെ വരാറുണ്ട്. അതിലപ്പുറമുള്ള ചോദ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് പഠിച്ച കുട്ടിക്ക് തന്നെ ഒരു 90% മാർക്ക് അല്ലെങ്കിൽ ഒരു A+ എത്താനൊക്കെ സാധിക്കുന്നതാണ്. ഫുൾ മാർക്കിലേക്ക് എത്താൻ ഞാൻ ഈ പറയുന്ന എക്സാമ്പിളറിലേക്കും മിസെലിനസിലൊക്കെ കിടക്കേണ്ടതുണ്ടാവും. സോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഓക്കെ.